ഒരാളെ ചിരിപ്പിക്കാൻ വലിയ കഴിവ് വേണം. പക്ഷെ ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വലിയൊരു ക്രൂര മനസ്സ് വേണം. മലപ്പുറം കൊണ്ടോട്ടിയിൽ നടന്ന ആ വാർത്ത നമ്മൾ എത്ര പേരുടെ ഉറക്കം കെടുത്തിയെന്നറിയില്ല. അലൻ ജോസ് പെരേര അതിഥിയായി വിളിച്ചു വരുത്തിയ ഒരാളാണ്. ഒരു മനുഷ്യനെ ഓഡിറ്റോറിയത്തിനകത്ത് വെച്ച് പരിഹസിച്ചും ഉപദ്രവിച്ചും ഒടുവിൽ അയാളുടെ വസ്ത്രം വരെ വലിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഷർട്ടില്ലാതെ നടു റോഡിലൂടെ ആ യുവാവ് ഓടേണ്ടി വന്ന കാഴ്ച അതൊരിക്കലും തമാശയല്ല, അതൊരു വലിയ നാണക്കേടാണ്. വെറും വിനോദത്തിന് വേണ്ടി ഒരാളുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും ഇങ്ങനെ ചവിട്ടിമതിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുന്നു? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാൾ കരയണമെന്ന് വാശി പിടിക്കുന്നത് എന്ത് തരം മാനസികാവസ്ഥയാണ്? അയാളുടെ മനസ്സ് എത്രമാത്രം തകർന്നു പോയിട്ടുണ്ടാവും. മലപ്പുറം എന്ന് പറഞ്ഞ സ്നേഹം കൊണ്ട് അതിഥികളെ സൽക്കരിക്കുന്നൊരു നാടാണ്. അന്യനാട്ടുകാരനാണെങ്കിലും അവനെ നെഞ്ചോട് ചേർക്കുന്ന പാരമ്പര്യമാണ് ആ നാടിനുള്ളത്. പക്ഷേ ഈയിടെയായി ഇത്തരം വികലമായ പ്രവണതകൾ നമ്മളെ വല്ലാതെ നാണം കെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിൽ ഇത്തരം ക്രൂരമായ വിനോദങ്ങൾ കൂടി വരുന്നത് കാണുമ്പോൾ വല്ലാത്ത പേടി തോന്നുന്നു. പരിഹസിക്കാനും ഉപദ്രവിക്കാനും ആർക്കും കഴിയും. പക്ഷെ വീണ് കിടക്കുന്നവന് കൈകൊടുക്കാനും വന്ന അതിഥിയെ ചേർത്ത് നിർത്താനുമാണ് ഏറ്റവും വലിയ മനസ്സ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആരെയും നോവിക്കാത്ത, ആരെയും അപമാനിക്കാത്ത ഒരു തലമുറയായി നമുക്ക് മാറാൻ കഴിയില്ലേ? ആലോചിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.